ഓം നമശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 മെയ് മാസം 3-ാം തീയതി വെള്ളിയാഴ്ച ദിവസം 1299 മേടമാസം 20-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 13-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:09 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ദശമി തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം ചതയ നക്ഷത്രമാണ്. ചതയ നക്ഷത്രം ആരംഭിക്കുന്ന സമയം വെള്ളിയാഴ്ച 1:50 AM എന്നുള്ള സമയത്താണ്. അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം 1:50 AM ചതയ നക്ഷത്രം ആരംഭിക്കുന്നത്. ചതയ നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച അർദ്ധരാത്രി 12 മണി കഴിഞ്ഞുള്ള 8 AM ഈ ചതയ നക്ഷത്രം അവസാനിക്കുന്നത്. അതായത് ശനിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയം 8 AM എന്നുള്ള സമയത്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ സമയം വരെ ആയിരിക്കും ചതയ നക്ഷത്രം ഉണ്ടായിരിക്കുക. അപ്പോൾ ചതയ നക്ഷത്രം അന്നത്തെ ദിവസം അതായത് 44 നാഴിക 54 വിനാഴികയാണ് അതിൻ്റെ ദൈർഘ്യം. അപ്പോൾ ഈ സമയം വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഈ ചതയ നക്ഷത്രം എന്ന് പറയുന്നത് കുംഭക്കുറിലെ നക്ഷത്രമാണ്. കുംഭക്കുറിൽപ്പെട്ട നക്ഷത്രമാണ് ചതയ നക്ഷത്രം. ചതയ നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. അതുപോലെ തന്നെ ചതയ നക്ഷത്രത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ പ്രിയപ്പെട്ടവർക്ക് അറിയാമെങ്കിലും ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ ചതയ നക്ഷത്രത്തിൻ്റെ ദേവത വരുണനാണ്. മൃഗം കുതിരയാണ്. ഭൂതം ആകാശമാണ്. പക്ഷി മയിലാണ്. വൃക്ഷം കടമ്പാണ്. രാഹുദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ചതയ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് രാഹുദശാകാലം. അപ്പോൾ ചതയ നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചു. ജനനശേഷം എത്ര നാഴിക വിനാഴിക ചതയ നക്ഷത്രം മിച്ചമുണ്ടോ അതുപ്രകാരമാണ് ഈ രാഹുദശാകാല വർഷം രാഹുദശാകാലത്തിൻ്റെ ദൈർഘ്യം ഈ കുട്ടിയുടെ ജീവിതത്തിൽ വന്നു ചേരുക. അപ്പോൾ 18 വർഷമാണ് ജ്യോതിഷം രാഹു ദശാകാലത്തിൻ്റെ ദൈർഘ്യമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 18 വർഷം എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു. ആ കുട്ടിക്ക് 10 വർഷം രാഹുദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞാൽ 10 വയസ്സ് വരെ ആയിരിക്കും രാഹുദശാകാലം. അപ്പോൾ ഈ കുട്ടിക്ക് ഈ സമയത്ത് രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പലവിധമായ ബാലാരിഷ്ടകൾ വന്നു ചേരുന്ന സമയമാണ്. പനി, വിട്ടുമാറാത്ത പനി, അതുപോലെ തന്നെ ഫിക്സ്, പിന്നെ അതുപോലെ തന്നെ അതിന് ശ്വാസം മുട്ടൽ, കഫക്കെട്ട്, അതിൻ്റെ മാതാപിതാക്കൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങൾ, അങ്ങനെ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണ്. ഈ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതനാണെങ്കിൽ ഒരു 6-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അതിനെ സ്കൂളിൽ കൊണ്ട് ചേർത്താൽ പോലും കൃത്യമായിട്ട് സ്കൂളിൽ നിന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ആ രാഹുവിൻ്റെ ദശാകാലം തീരുന്നതുവരെ അതിൻ്റെ ജീവിതത്തിൽ അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ രാഹു അനിഷ്ടസ്ഥാന സ്ഥിതിയാണെങ്കിൽ രാഹുവിൻ്റെ ദശാകാലം തീരുന്നതുവരെ മോശമായ അനുഭവമായിരിക്കും ആ കുട്ടിക്കും മാതാപിതാക്കൾക്കും ഒക്കെ വന്നു ചേരുക. അപ്പോൾ അത് അറിഞ്ഞ് ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ഈ കുട്ടി ഈ ദശാകാലം കഴിയുവോളം ആ കുട്ടിയെ വളർത്തിയെടുക്കുവാൻ. അതിനുശേഷം വ്യാഴദശാകാലമാണ്. വ്യാഴദശാകാലം ഈ കുട്ടിക്ക് ശോഭനമാണെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾക്കും അതിൻ്റേതായ അഭിവൃദ്ധിയും ഉന്നമനവും ഒക്കെ ഉണ്ടാകും. 16 വർഷം. അപ്പോൾ 26 വയസ്സുകൊണ്ട് 26 വയസ്സ് വരെ വ്യാഴദശാകാലമായിരിക്കും. അപ്പോൾ ഈ കുട്ടിക്ക് വ്യാഴം അനുകൂലമായ സ്ഥിതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ കുട്ടി വിദ്യാഭ്യാസത്തിലൂടെ നല്ല ജോലിയൊക്കെ വാങ്ങിക്കുവാൻ, കരസ്ഥമാക്കുവാൻ, ജോലിയൊക്കെ നേടുവാൻ കഴിയുന്നൊരു സമയമാണ്. വ്യാഴം അനുകൂലമാണെങ്കിൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ധനസ്ഥിതി വളരെ നേട്ടമുള്ള സമയമാണ്. അതുപോലെ തന്നെ അവരുടെ വീട്ടിൽ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഒരുപാട് നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് വന്നു ചേരുന്നൊരു സമയമാണ്. ആ കുട്ടിക്കും നല്ല സമയമാണ്. അപ്പോൾ അതിന് പഠിക്കുവാനുള്ള ബുദ്ധിയും താല്പര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നാലും ഈ രാഹു ജനന സമയത്ത് അനിഷ്ടസ്ഥാനസ്ഥിതനാണെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ടായിരിക്കും എന്നുള്ള കാര്യവും ഓർക്കണം. അപ്പോൾ അതും അറിഞ്ഞ് ഈ വ്യാഴദശാകാലത്ത് അതിന് ദോഷമാണോ നേട്ടമാണോ എന്നൊക്കെ അറിഞ്ഞ് ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ആ കുട്ടിയെ വ്യാഴദശാകാലവും വളർത്തിക്കൊണ്ടുവരാൻ. വ്യാഴദശാകാലം കഴിഞ്ഞാൽ പിന്നെ ശനിദശാകാലമാണ്. അപ്പോൾ 26
9:35 10:45 വയസ്സ് വരെ ശനി ദശാകാലമാണ്. അപ്പോൾ ഈ സമയവും ശനി അനിഷ്ട സാധന സ്ഥിതിയിലാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ അപ്രകാരം ആ സമയത്തും ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണം മുമ്പോട്ട് പോകുവാൻ. അപ്പോൾ ശനി കഴിഞ്ഞാൽ പിന്നെ 17 വർഷം ബുധദശാകാലമാണ്. അപ്പോൾ 45 7 52 10 62 വയസ്സ്. അപ്പോൾ ആ പ്രായം വരെ എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് 10 വർഷം രാഹു, പിന്നെ 16 26 26 9 35 45 7 52 10 62 വയസ്സുകൊണ്ടാണ് ഈ ബുധദശാകാലം തീരുന്നത്. 62 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതു ദശാകാലം 69, പിന്നെ 20 വർഷം ശുക്രദശാകാലം 89, 6 വർഷം സൂര്യദശാകാലം 95, 10 വർഷം ചന്ദ്രദശാകാലം 95, 10 105, 7 വർഷം കുജദശാകാലം അങ്ങനെ 112. അപ്പോൾ ഇങ്ങനെ പോകുന്നു ഇതിൻ്റെ കണക്കുകൾ. അപ്പോൾ ചിലർക്ക് രാഹുദശാകാലം 10 എന്നുള്ളത് 15 വർഷമൊക്കെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ മുമ്പോട്ട് ജീവിതം പോകും. അപ്പോൾ ജ്യോതിഷം ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, ദശാകാലത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഗ്രഹനില കയ്യിലുള്ളവർക്ക് ഗ്രഹനില പ്രകാരം എത്ര വർഷം ജനനശിഷ്ടം, എത്ര വർഷം എത്ര മാസം എത്ര ദിവസമുണ്ടോ അത് പ്രകാരം തൊട്ടടുത്ത ദശാകാലം കൂടെ കൂട്ടിച്ചേർത്താൽ അപ്പോൾ അവർക്ക് ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പം 10 വർഷം രാഹു ദശാകാലം ഉണ്ടെങ്കിൽ തൊട്ടടുത്തത് 16 വർഷം വ്യാഴ ദശാകാലം. അപ്പം അങ്ങനെ അങ്ങ് കൂട്ടി പോവുക. ഇപ്പോൾ പ്രായമനുസരിച്ച് ഇപ്പോഴത്തെ പ്രായമനുസരിച്ച് ഏത് ദശാകാലത്തൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോൾ അനുഭവിക്കുന്നത് മോശ സമയമാണെങ്കിൽ ആ ദശാകാലത്തെ അപഹാരനാഥൻ അനിഷ്ടസ്ഥാനസ്ഥിതനാണ്. അതുകൊണ്ടാണ് മോശമായ സമയത്തെ അഭിമുഖീകരിക്കുന്നതെന്നും മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷപരമായ ജീവിതത്തെ ക്രമപ്പെടുത്തി മെച്ചപ്പെടുത്തിയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. എല്ലാ നക്ഷത്രക്കാരെയും കുറിച്ച് എല്ലാ ദിവസവും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പുതിയ അനുഭവമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും എല്ലാ മാസവും ഓരോ ദിവസം നക്ഷത്രം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പറഞ്ഞു പോകുന്നത്. അത് പ്രിയപ്പെട്ടവർക്ക് ഉപകാരപ്രദമായി തീരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് പറഞ്ഞു പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമാണെന്നാണ് ചിന്തിക്കുന്നത്. നാളത്തെ നക്ഷത്ര ദിവസം ചതയ നക്ഷത്ര ദിവസമാണ്. അനുകൂലമായി വരുന്നത് മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, അവിട്ടം, മൂലം, ഉത്രാടം എന്നീ നാളുകാർക്ക് നാളത്തെ നക്ഷത്ര ദിവസം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, അവിട്ടം, മൂലം, ഉത്രാടം എന്നീ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രതികൂല അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളത് പുണർതം, പൂയം, ആയില്യം, അതുപോലെ തന്നെ തിരുവോണം, പൂരാടം, തൃക്കേട്ട എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം മുന്നറിയിപ്പ് നൽകുന്നത്. ബാക്കിയുള്ളവർക്ക് സാധാരണ സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവമായിരിക്കുമെന്നും പ്രത്യേകിച്ച് ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നാളെ പകൽ സമയത്തെ ശുഭസമയത്തെക്കുറിച്ചാണ്. നാളെ വെള്ളിയാഴ്ച ദിവസമാണ്. രാവിലെ 6:09 മുതൽ 7:39 വരെ ശുഭസമയമാണ്. അതിനുശേഷം 9:09 മുതൽ 10:39 വരെ നല്ല സമയമാണ്. പിന്നീട് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:39 വരെ ശുഭസമയമാണ്. അതിനുശേഷം 3:09 മുതൽ 5:09 വരെയും ശുഭസമയമാണ്. അപ്പോൾ പകൽ സമയത്തെ ഈ പ്രധാനപ്പെട്ട ശുഭസമയങ്ങൾ നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം നിത്യവും ഓർപ്പിക്കുന്നു. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള പ്രത്യേക നല്ല സമയമൊക്കെ ജ്യോതിഷം വേർതിരിച്ച് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. അത് വിനിയോഗിക്കുക. ഇനിയും ഈ അധ്യായത്തിലെ അടുത്ത വിഷയം സംഖ്യാജ്യോതിഷമാണ്. നാളത്തെ ഇംഗ്ലീഷ് മാസ തീയതി 3 ഏതൊരു മാസത്തെയും 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 3 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ കൂടുതൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല ഉത്തമമായ നല്ല ഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ നിറങ്ങൾക്കും അക്ഷരങ്ങൾക്കും ഒക്കെ മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്രകാരം നാളത്തെ ദിവസം നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നല്ല അനുഭവമായിരിക്കും. അതുപോലെ തന്നെ പേരിൽ CGLS എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ അതും നല്ല അനുഭവങ്ങൾ വന്നു ചേരാൻ കാരണമായി തീരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ദിവസങ്ങളായി കമൻ്റ് ഒന്നും നോക്കുന്നില്ല. ഞാൻ ശ്രീകാളഹസ്തി ക്ഷേത്രത്തിൽ
പൂജയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള മടക്കയാത്രയൊക്കെ വളരെ ദുരിതപൂർണ്ണമായിരുന്നു. അതിഭയങ്കരമായ ചൂട് കാരണം വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് വീട്ടിൽ വന്ന് കയറിയത്. വളരെ ടയർഡായിരുന്നു. ഒരു ദിവസത്തെ വീഡിയോ മുടങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് ഈ യാത്രാമധ്യമൊന്നും കമൻറ്റൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ പ്രിയപ്പെട്ടവർ എല്ലാ ദിവസവും കമൻറ്റൊക്കെ ഞാൻ നോക്കി മറുപടി നൽകാം. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. ചിലരൊക്കെ വാട്സപ്പിൽ കൂടിയാണ് തിരുമേനിയുടെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഫലമുണ്ടായി എന്ന് വാട്സപ്പിൽ കൂടിയാണ് മെസ്സേജ് ഇടുന്നത്. അത് ചാനലിൽ കൂടി പ്രാർത്ഥിക്കുന്നവർ അവർക്ക് ആ പ്രാർത്ഥന മുഖേന അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടമുണ്ടായി എന്ന് വിശ്വസിക്കുന്നവർ ചാനലിൽ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമായി തീരും. ഇനി നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസത്തെ അനുഭവം ഏതു വിധത്തിലായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. നാളത്തെ ദിവസം ഈ നാളുകാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും നല്ലതല്ല. ധനസ്ഥിതിയും അത്ര മെച്ചപ്പെട്ട ഒരു ദിവസമല്ല. മാതാവിൻ്റെ സ്ഥിതിയും മെച്ചമല്ല. പിതാവിൻ്റെ സ്ഥിതി പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി പിതാവിന് മെച്ചമാണ്. പിതാവിൻ്റെ കാര്യങ്ങളെല്ലാം പിതാവിന് മെച്ചമാണ്. പക്ഷേങ്കിൽ പിതാവ് മുഖേനയുള്ള ശത്രുതകളും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഭവനത്തിൽ നിലനിൽക്കുന്ന ഒരു ദിവസവുമാണ് നാളത്തെ ദിവസം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്ന് ദോഷാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. കപട ഹൃദയത്തോടുകൂടി പെരുമാറുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ധനം, സുഖം, കുടുംബം എന്നിവയിൽ ഉയർച്ച താഴ്ചകൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം ഏറെക്കുറെ അനുകൂലമായി വന്നു ചേരും. പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നഷ്ടസാധ്യതകൾക്ക് അല്ലെങ്കിൽ പിതാവുമായുള്ള ശത്രുതയ്ക്കുമൊക്കെ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതിയും അത്ര മെച്ചമല്ല. അപ്പോൾ അങ്ങനെ സുഖദുഃഖ സമ്മിശ്രമായ ഒരു ജീവിതാനുഭവമായിരിക്കും നാളെ ദിവസം വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതി അത്ര മെച്ചമായ ദിവസമല്ല. ധനപരമായ വിഷയം കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേർന്ന് മാനസികവും ശാരീരികവുമായി ഇവർ ബന്ധപ്പെടുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. മാതാവിന് ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. ഇവർക്ക് ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തൊഴിൽ ഗുണവും കാര്യമായ രീതിയിൽ വന്നു ചേരാത്തൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ കലാകാരന്മാർ ശോഭിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത. കലാകാരന്മാർക്ക് പ്രശസ്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകും എന്നുള്ളതല്ലാതെ വലിയ മെച്ചമായ സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യത കുറവാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. മാതാവിന് രോഗം, ദുഃഖം, പ്രയാസമൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വസ്ത്രമേഖലകളിലും സ്വർണ്ണ മേഖലകളിലുമൊക്കെ പ്രവർത്തിക്കുന്ന വ്യാപാരികൾക്ക് വ്യാപാര നേട്ടം, സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ആ മേഖലയിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും അധികാരികൾ മുഖേനയുള്ള ശത്രുത അവർക്കും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് കർക്കിടകക്കുറുകാരുടെ നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം സുഖ, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. അവരുടെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ധനം, കുടുംബം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമായ സാഹചര്യത്തിൽ കൂടി പോകുന്ന സമയമല്ല. തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാമെങ്കിലും മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണ്. ഇപ്പോൾ നാളത്തെ ദിവസം പല കാര്യങ്ങളിലും സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം
സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. പലവിധമായ കഷ്ടനഷ്ടങ്ങൾ സ്ത്രീ മുഖേന വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബം, ധനം എന്നിവയുടെ സ്ഥിതിയും അത്ര മെച്ചമല്ല. ഇവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം ഇവർക്ക് വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സ്ത്രീകൾക്ക് പലവിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏറെക്കുറെ സുഖദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യമായിരിക്കും നാളത്തെ ദിവസം അവർക്ക് വന്നു ചേരുക എന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് നാളത്തെ നേട്ടം എന്ന് പറയുന്നത് ഇവരുടെ സമ്പാദ്യം കൊണ്ടുള്ള നേട്ടമാണ്. ചിട്ടി അതുപോലുള്ള സമ്പാദ്യങ്ങൾ കൊണ്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് പിന്നെ കൃഷി കാര്യങ്ങളിൽ കൂടിയുള്ള നേട്ടങ്ങളുമൊക്കെ അവർക്ക് വന്നു ചേരാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത സുഖം ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. പക്ഷെങ്കിൽ അവിടെ ശത്രുത മൂലം ഈ സുഖത്തിൽ കുറവ് വരുന്നൊരു ദിവസമാണ്. കലഹം, ദാമ്പത്യ കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹത്തിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് മുഖേന കുടുംബസുഖത്തിലും കുറവ് വരാൻ സാധ്യതയുണ്ട്. മക്കളുടെ കാര്യത്തിലും തൃപ്തികരമായ അനുഭവം വന്നു ചേരാൻ സാധ്യത കുറവാണ്. മാതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല, പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമല്ല. തൊഴിൽപരമായ നേട്ടവും അവർക്ക് വലിയ പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരുന്നൊരു ദിവസമല്ല. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് വിദേശത്തുള്ളവർക്കൊക്കെ വിദേശത്തിൽ നിന്നും നാട്ടിലേക്ക് വന്നു ചേരുവാൻ അനുകൂലമായി ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിൽ കൂടിയായിരിക്കും നാളത്തെ ദിവസം തുലാക്കൂറുകാരായിട്ടുള്ള ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുഷം കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നുമൊക്കെ ദോഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൽ നിന്ന് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ പിതാവ് മുഖേനയുള്ള നേട്ടങ്ങളും ഇവർക്ക് അതോടൊപ്പം വന്നു ചേരുവാനും സാധ്യതയുണ്ട്. ചിലർക്കൊക്കെ പിതാവ് ദോഷം ചെയ്താൽ ചിലർക്കൊക്കെ പിതാവ് അനുകൂലമായ ഫലങ്ങളെ കൊടുക്കും. അത് ജനിച്ച സമയത്തെ ഗ്രഹങ്ങളുടെ ബലം പോലെ ഇരിക്കും. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് കൂടുതലും ശത്രു നിറഞ്ഞ അനുഭവങ്ങളും പ്രതിസന്ധികളുമായിരിക്കും, കാര്യതടസ്സമൊക്കെ ആയിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇവരുടെ മാതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി ഒന്നും അത്ര മെച്ചമല്ല. ശത്രുത നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ കൂടി മാതാവ് കടന്നു പോകും. പിതാവിൻ്റെ സ്ഥിതി ഇവർക്ക് ഏറെക്കുറെ അനുകൂലമാണ്. എന്നാൽ പിതാവിന് ശത്രുത വന്ന് നേരിടുന്നത് മൂലം പിതാവിൻ്റെ പക്കൽ നിന്നും ഗുണപരമായ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യത കുറവാണ്. ഇവർക്ക് നാളത്തെ ദിവസം തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. എങ്കിലും ആഗ്രഹിക്കുന്ന പോലെ അവിടെ കാര്യങ്ങൾ നടന്നു പോകണമെന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് കാണുന്നു. അപ്പോൾ ഇതാണ് നക്ഷത്രഫലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം 1/4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖസ്വസ്ഥ ദേഹനന്മ അത്ര അനുകൂലമായൊരു ദിവസമല്ല. എങ്കിലും പല കാര്യങ്ങളിൽ ബുദ്ധിപരമായി പ്രവർത്തിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീ സന്താനങ്ങൾ മുഖേനയുള്ള ഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ധനം, കീർത്തി, നേതൃപാടവം, നല്ല ദാമ്പത്യ ജീവിത സുഖം എന്നിവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ആൺമക്കൾക്ക് ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിതാവിനും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. മാതാവിനും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഏറെക്കുറെ അനുകൂലമാണെങ്കിലും ഇക്കാര്യങ്ങളിലും ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനിയും മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, 3/4 തിരുവോണം, അവിട്ടം 2 പാദം നാളർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ്. ധനം, കുടുംബം എന്നീ വിഷയങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗം, ദുഃഖം, പ്രയാസമൊക്കെ അലട്ടാം. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാം. എങ്കിലും തൊഴിലിടങ്ങളിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയുടെ കാര്യത്തിൽ ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമല്ല. അങ്ങനെ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളും എന്നാൽ സന്തോഷത്തിന് വക നൽകുന്ന അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ ഒരു ദിവസം വന്നു ചേരുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി 3/4 നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥ, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ പിടിമുറുക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ശത്രു നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും ജീവിതം കടന്നു പോകുക. രോഗം, ദുഃഖം, പ്രയാസം എന്നിവ ശരിക്കും അലട്ടുന്നൊരു ദിവസമാണ്. കുടുംബത്തിൻ്റെ സ്ഥിതി അത്ര മെച്ചമല്ല. ധനസ്ഥിതി അത്ര മെച്ചമല്ല. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ സ്ഥിതി അനുകൂലമാണെങ്കിലും
ഭാഗ്യക്കേടുകൾ മുഖേനയുള്ള അല്ലെങ്കിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ മൂലം ഭാഗ്യക്കേടുകൾ പിതാവിൻ്റെ ജീവിതത്തിൽ വന്നു ചേരാനും പിതാവ് അസ്വസ്ഥനാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ചിലരൊക്കെ നാളത്തെ ദിവസം പുത്തൻ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കുവാൻ താല്പര്യം കാണിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. അപ്പോൾ അവർക്ക് അവരെക്കുറിച്ചൊരു ശുഭാപ്തി വിശ്വാസമുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവമായിരിക്കും നാളത്തെ ദിവസം കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേവന്മ വലിയ മെച്ചമായ ദിവസമൊന്നുമല്ല. കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ, ധനത്തിൻ്റെ സ്ഥിതിയിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്നു ചേരുക. നാളത്തെ ദിവസം കുടുംബത്തിൽ ധനം വന്നു ചേരുന്ന വിഷയത്തിൽ മക്കൾ മുഖേനയോ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ പിതാവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. തൊഴിൽപരമായി വലിയ മെച്ചമൊന്നുമല്ല എങ്കിലും ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത സുഖം കാര്യമായി ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്തൊരു ദിവസവുമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മാതാവിൻ്റെ സ്ഥിതി പ്രതികൂലമാണ്, പിതാവിൻ്റെ സ്ഥിതിയും പ്രതികൂലമാണ്. രണ്ടുപേർക്കും ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനാണ് സാധ്യത. അപ്പോൾ ഏറെക്കുറെ കൂടുതലായിട്ടും ദുഃഖകരമായ അനുഭവങ്ങൾ, പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം, ശത്രു നിറഞ്ഞ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞുകൊള്ളേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാല ഉത്രട്ടാതി രേവതി നാളുകാർക്ക് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയുവാനുള്ളത്. നാളത്തെ ദിവസം എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ്റെ അനുഗ്രഹം ഈ ചാനൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഞാൻ മഹാദേവനോട് എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, മഹാദേവ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. അവർ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഒരുപാട് പേർക്ക് ധനപരമായ ബുദ്ധിമുട്ട്, ധനം വന്നു ചേരുന്നതിൽ കുറവാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ തൃപ്തികരമായ വിധത്തിൽ ധനത്തിൻ്റെ സ്ഥിതി ആയിത്തീരുന്നില്ല. അത് മുഖേന അവർ ഭയങ്കര കടബാധ്യതയിൽ പെട്ടുപോകുന്നു. അവരുടെ ജീവിത സാഹചര്യത്തിനൊത്തുള്ള ധനം അവർക്ക് വന്നു ചേരാൻ വേണ്ടിയുള്ളൊരു മാർഗ്ഗം മഹാദേവൻ അവർക്ക് കൊടുക്കണം. അങ്ങനെ അവരുടെ ധനസ്ഥിതി മെച്ചമാകണം, കടബാധ്യതയിൽ നിന്ന് അവർ രക്ഷപ്പെടണം, അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി തൃപ്തികരമായ രീതിയിൽ പോകണം, അവരുടെ മക്കളെ നല്ല രീതിയിൽ അവർക്ക് വളർത്തിയെടുക്കാൻ പറ്റണം, അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മഹാദേവൻ്റെ സന്നിധിയിൽ ഞാൻ ദിവസവും പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത്, മഹാദേവൻ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കും. ഇന്നത്തെ ഈ സ്ഥിതിയൊക്കെ മാറും. നാളെ മഹാദേവൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതം നല്ല നിലയിൽ എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. അത് മഹാദേവനോട് നിത്യവും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മഹാദേവൻ അത് കേൾക്കും, പ്രവർത്തിക്കും. പിന്നെ ഉടനടി പ്രവർത്തിക്കാത്തത് എന്താണെന്ന് ചിലരൊക്കെ ചോദിക്കും. അത് മഹാദേവന് ഒരു നിശ്ചിത സമയമൊക്കെ ഉണ്ട്. ആ സമയമാകുമ്പോഴേ അതൊക്കെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നാൽ വാരിക്കുരുത്തരും. അപ്പോൾ അത് കിട്ടുവാൻ വേണ്ടി മഹാദേവനോട് ഏറ്റവും കൂടുതൽ അടുത്ത് ചെല്ലുക, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക, മഹാദേവനെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, പൂജിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മഹാദേവൻ പ്രവർത്തിക്കും. കടബാധികളാൽ പെട്ട് ഭാരപ്പെടുന്നവർക്ക് കടബാധികൾ കൊടുത്തു തീർക്കാൻ പറ്റും. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കും, നല്ല ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും, ജോലിയിൽ സ്ഥിരതയുണ്ടാകും, നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റും, ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റും, മക്കളെ സ്നേഹിക്കുവാനും മക്കൾ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാനും ഒക്കെ അങ്ങനെ നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാകുവാൻ മഹാദേവൻ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒരാഴ്ചയോ മഹാദേവനെ ഓം നമഃ ശിവായ ചൊല്ലിയിട്ട് കാര്യമില്ല. മഹാദേവൻ നമ്മളെയും പരീക്ഷിക്കും. പാർവതീദേവിയെ എത്രയോ പ്രാവശ്യം മഹാദേവൻ പരീക്ഷിച്ചു. പാർവതീദേവി അപ്പോഴൊക്കെയും മഹാദേവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പരീക്ഷണങ്ങളിൽ കൂടിയാണ് പലരും പതറിപ്പോകുന്നത്. പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കുവാൻ മഹാദേവൻ എന്ന് പറയുന്ന ശക്തിയെ തന്നെ നമ്മൾ ആശ്രയിച്ച് നിന്നാൽ തീർച്ചയായിട്ടും മഹാദേവൻ നമുക്ക് ജീവിത വിജയം നൽകും. അപ്പോൾ ഏതെങ്കിലും വിഷയത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ മഹാദേവനിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക, മഹാദേവനോട് പ്രാർത്ഥിക്കുക, ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുക. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവൻ അങ്ങനെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് മൂലം എനിക്കൊരു സന്തോഷമുണ്ടാകും. അപ്പോൾ മഹാദേവൻ്റെ മുമ്പിൽ എനിക്കും സന്തോഷിക്കാം. മഹാദേവൻ എൻ്റെ പ്രാർത്ഥനയും കേട്ടുവല്ലോ എന്ന് ഞാൻ വിചാരിച്ച് എനിക്കും സന്തോഷിക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാളത്തെ ദിനം അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കാലം മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതമായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.